പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ചോദ്യപേപ്പർ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 2021 മലയാളം ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻസും. ഒന്നാമത്തെ ചോദ്യം, ശരിയായ രൂപമേത് എന്ന് ചോദിച്ചിരിക്കുന്നു. ജീവച്ഛവം, 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 ജീവച്ഛവം. ഉത്തരം എന്ന് പറയുന്നത് ജീവച്ഛവമാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ചായും ഇച്ഛായും ചേർന്ന് ജീവച്ഛവം. ശരിയായ രൂപം ജീവച്ഛവം. പദശുദ്ധി നോക്കാം. അജണ്ട, അജണ്ട. സുഹൃദ്വലയം, സുഹൃദ്വലയം, സുഹൃദ്വലയം. അന്തഛിദ്രം, അന്തഛിദ്രം. അഭിപ്രായ ഐക്യം എന്നിവയെല്ലാം ശരിയാണ്. യശശരീരൻ, യശശരീരൻ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഇതൊക്കെയാണ് പദശുദ്ധിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അജണ്ട, സുഹൃദ്വലയം, അന്തഛിദ്രം, അഭിപ്രായ ഐക്യം, യശശരീരൻ എന്നിവയാണ് പദശുദ്ധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, സഹിതം. സഹിതത്തിന്റെ വിപരീത പദം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. സഹിതം എന്നുള്ളതിന്റെ വിപരീത പദം എന്ന് പറയുന്നത് ഏതാണ്? രഹിതമാണ്. സഹിതം വിപരീത പദം രഹിതം. നമുക്ക് കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം. ഉന്നതം, അവനതം. ഉന്നതം, അവനതമാണ് വിപരീത പദം. സ്വാധീനം, പരാധീനം. ക്ഷാമം, ക്ഷേമം. ദാതാവ്, ഭോക്താവ്. സ്നിഗ്ധം, രൂക്ഷം. അത്ര, തത്ര. അച്ഛാദനം, അനാച്ഛാദനം. ആവിർഭാവം, തിരോഭാവം. ഇമ്പം, തുമ്പം. ഈദൃശം, താദൃശം. ഉദാരണൻ, കൃപണൻ. ഉദ്ദതം, സൗമ്യം. ഉന്മധ്യം, നതമധ്യം. ഉന്മീലനം, നിമീലനം. ഉപേദം, അപേദം. ഉപക്രമം, ഉപസംഹാരം. ഓജം, യുഗ്മം എന്നിവയാണ് പ്രധാനപ്പെട്ട വിപരീത പദങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഉന്നതം, അവനതം. സ്വാധീനം, പരാധീനം. ക്ഷാമം, ക്ഷേമം. ദാതാവ്, ഭോക്താവ്. സ്നിഗ്ധം, രൂക്ഷം. അത്ര, തത്ര. ആച്ഛാദനം, അനാച്ഛാദനം. ആവിർഭാവം, തിരോഭാവം. ഇമ്പം, തുമ്പം. ഈദൃശം, താദൃശം. ഉദാരണൻ, കൃപണൻ. ഉദ്ദതം, സൗമ്യം. ഉന്മധ്യം, നതമധ്യം. ഉന്മീലനം, നിമീലനം. ഉപേദം, അപേദം. ഉപക്രമം, ഉപസംഹാരം. ഓജം, യുഗ്മം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, പറയുന്ന ആൾ. പറയുന്ന ആൾ ഒറ്റപ്പദം ഏത്? പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പദം എന്ന് പറഞ്ഞാൽ വക്താവാണ്. പറയുന്ന ആൾ വക്താവ്. നമുക്കറിയാം ഔൽപത്തീയം എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപ്പത്തിയെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഔൽപത്തീയം. ഔൽപത്തീയം ഉൽപ്പത്തിയെ സംബന്ധിച്ചത്. മുൻപ് സംഭവിച്ചിട്ടില്ലാത്തതിന്റെ ഒറ്റപ്പദം എന്ന് പറയുന്നത് അഭൂതപൂർവം. മുൻപ് സംഭവിച്ചിട്ടില്ലാത്തത് അഭൂതപൂർവമാണ്. പുരോഗമനം ആഗ്രഹിക്കുന്നവൻ ആരാണ്? ഉൽപ്പതിഷ്ണുവാണ്. പുരോഗമനം ആഗ്രഹിക്കുന്നവൻ ഉൽപ്പതിഷ്ണു. മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവർ ആരാണ്? ഉത്കർഷേച്ചുവാണ്. ആരാണ്? ഉത്കർഷേച്ചു. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ഏത്? ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരമാണ്. അടുത്ത ചോദ്യം, സ്ട്രൈക്ക് ബ്രേക്കർ. സ്ട്രൈക്ക് ബ്രേക്കർ എന്നുള്ളതിന്റെ സമാനമായ മലയാള ശൈലി എന്ന് പറയുന്നത് എന്താ? കാലുവാരുക, ഇരട്ടത്താപ്പ്, കരിങ്കാലി, അടിയറ വെക്കുക. ഉത്തരം എന്ന് പറയുന്നത് കരിങ്കാലിയാണ്. എന്താണ്? സ്ട്രൈക്ക് ബ്രേക്കർ, കരിങ്കാലി. ഓക്കെ അല്ലേ? ഫിഫ്ത് കോളം എന്ന് പറഞ്ഞാൽ എന്താ? അവസരവാദി അല്ലെങ്കിൽ അഞ്ചാം പത്തി എന്നുള്ളതാണ് ഫിഫ്ത് കോളം. ഹൈവേമാൻ എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചുപറിക്കാരനാണ്. ഹൈവേമാൻ, പിടിച്ചുപറിക്കാരൻ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം. ബ്രെഡ് ആൻഡ് ബട്ടർ ഉപജീവന മാർഗം. ബ്രിക്ക് ഹാർട്സ് ആൻഡ് ബുക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ തല്ലും തലോടലും. ബ്രിക്ക് ഹാർട്സ് ആൻഡ് ബുക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ തല്ലും തലോടലും. റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ വിശ്രമമില്ലാതെ. റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ വിശ്രമം ഇല്ലാതെ. ഒന്നുകൂടെ പറയാം. ഫിഫ്ത് കോളം അവസരവാദി അല്ലെങ്കിൽ അഞ്ചാം പത്തി. ഹൈവേമാൻ എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിക്കാരൻ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം. ബ്രിക്ക് ഹാർട്സ് ആൻഡ് ബുക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ തല്ലും തലോടലും. റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ വിശ്രമമില്ലാതെ എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ജലം. ജലം പര്യായ പദം ഏത്? ഉത്തരം നീരജം, മരന്തം, അമ്പുതം, അപ്പ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. നൽകിയിരിക്കുന്നതിൽ ജലത്തിന്റെ പര്യായം എന്ന് പറയുന്നത് ഏതാണ്? അപ്പാണ് പര്യായ പദമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ജലം സലിലമുണ്ട്, തോയമുണ്ട്, വാരിയുണ്ട്, പയസുണ്ട്, അപ്പുണ്ട്. ജലത്തിന്റെ പര്യായ പദങ്ങളാണ്. ആമ്പലാണെങ്കിൽ കുമുദം, കുവലയം, കൈരവം, സാരഥം. നെറ്റിയാണെങ്കിലോ ഭാലം, ലലാടം, നിടിലം. കുറുക്കനാണെങ്കിൽ ജംബുകം, നരി, ഗോമായു. ആടാണെങ്കിൽ ചാകം, അജം, മേഷം എന്നിവയാണ് പ്രധാനപ്പെട്ട പര്യായ പദങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, കണ്ടു. പിരിച്ചെഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടു എന്നുള്ളത് പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? കൺ അധികം തൂവാണ് കണ്ടു. കൺ അധികം തൂവാണ് കണ്ടു. ഓക്കെ അല്ലേ?
അടുത്ത ചോദ്യം, പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയിൽ തെറ്റായത് ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക. പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയിൽ തെറ്റായത് ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്താനാണ്, തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായത് കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു. യാചകൻ യാചകി ശരിയാണ്. സാക്ഷി സാക്ഷിണി ശരിയാണ്. കാഥികൻ കാഥിക എന്ന് നൽകിയിരിക്കുന്നു ശരിയാണ്. ലേഖകൻ ലേഖക എന്നാണ് നൽകിയിരിക്കുന്നത്. ലേഖകന്റെ സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത് ലേഖികയാണ്. ഏതാണ്? ലേഖികയാണ്. അതുകൊണ്ട് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് എതിർലിംഗം നോക്കാം. ലേഖകൻ ലേഖിക, കമിതാവ് കമിത്രയാണ്, വിദ്വാൻ വിദുഷിയാണ്, ദൂതനാണെങ്കിലോ ദൂതിയാണ്, നൃപനാണെങ്കിൽ നൃപയാണ്, രക്ഷകൻ രക്ഷികയാണ്, കർഷകൻ കർഷകിയാണ്, ബലവാൻ ബലവതിയാണ്, ബലവാൻ ബലവതി, മാതുലനാണെങ്കിലോ മാതുലാനിയാണ്, മാരാറാണെങ്കിലോ മാരാസ്യാറാണ്, മാരാസ്യാറാണ്, രചയിതാവാണെങ്കിലോ രചയിത്രിയാണ്, ശ്രോതാവാണെങ്കിലോ ശ്രോത്രിയാണ്, ശ്രോതാവ് ശ്രോത്രിയാണ്, സമ്പാദകനാണെങ്കിൽ സമ്പാദികയാണ്. ഓക്കെ അല്ലേ? ഇതാണ് എതിർലിംഗമായിട്ട് നൽകിയിരിക്കുന്ന ഉത്തരങ്ങൾ. അടുത്ത ചോദ്യം, കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. നക്ഷത്രം എണ്ണിക്കുക, കാട് കയറുക, ഉമ്മാക്കി കാട്ടുക, കണ്ണിൽ മണ്ണിടുക എന്നിവയാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ കഷ്ടപ്പെടുത്തുക എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? നക്ഷത്രം എണ്ണിക്കുക എന്നുള്ളതാണ് കഷ്ടപ്പെടുത്തുകയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഘടദീപം നമുക്ക് നോക്കാം, ഭാഷാ ശൈലികൾ നോക്കാം. ഘടദീപം എന്ന് പറഞ്ഞാൽ എന്താ? യോഗ്യത ലോകമറിയാതെ പോകുന്നവരാണ് ഘടദീപം എന്ന് പറയുന്നത്. അരിയെത്തുക എന്ന് പറഞ്ഞാൽ എന്താ? മരണം സംഭവിക്കുക. അരിയെത്തുക മരണം സംഭവിക്കുക. കാനന ചന്ദ്രിക എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായതാണ് കാനന ചന്ദ്രിക. അയഞ്ഞ അമ്പിളി എന്ന് പറഞ്ഞാൽ വാക്കിന് വിലയില്ലാത്തവർ, വാക്കിന് വിലയില്ലാത്തവരാണ് അയഞ്ഞ അമ്പിളി. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുകയാണ് ശതകം ചൊല്ലിക്കുക. ഒപ്പാരി ചൊല്ലുക എന്ന് പറഞ്ഞാൽ അനുശോചിക്കുകയാണ്, ഒപ്പാരി ചൊല്ലുക അനുശോചിക്കുക. അടുത്ത ചോദ്യം 99, ആ പ്ലസ് കാലം ചേർത്തെഴുതുക. ആ പ്ലസ് കാലം ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? ആ പ്ലസ് കാലം ചേർത്തെഴുതിയാൽ എങ്ങനെ വരും? അക്കാലം എന്നാണ് വരുന്നത്. ആ പ്ലസ് കാലം അക്കാലം. ഓക്കെ അല്ലേ? പദശുദ്ധി നോക്കാം. അജണ്ട, സുഹൃദ്വലയം, അന്തഛിദ്രം അല്ലെങ്കിൽ അന്തഛിദ്രം, അഭിപ്രായ ഐക്യം. ഓക്കെ അല്ലേ? പിന്നെ യശശരീരൻ യശശരീരൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. എന്താണ് 10ാമത്തെ ചോദ്യം, തെറ്റായ വാക്യം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. തെറ്റായ വാക്യം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം അറിയാനുള്ള ആഗ്രഹമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് എന്ന് നൽകിയിരിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. അറിയാനുള്ള ജിജ്ഞാസ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത് തെറ്റായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ ബി എന്താണ്? തെറ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ക്ലാസ്സിൽ ചേർന്നത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് നമുക്ക് പറയാം. ശരി. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം ജിജ്ഞാസയാണ് എന്ന് പറയാം. ശരിയാണ്. ഉത്തരം നോക്കിക്കേ. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ തെറ്റായിട്ട് വരുന്നത് ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് എന്ന് നൽകിയിരിക്കുന്നു. അതാണ് തെറ്റായിട്ട് പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം അറിയാനുള്ള ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം ജിജ്ഞാസയാണ് എന്ന് പറയാം. അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നതാണ് എന്ത്? ജിജ്ഞാസ. അപ്പോൾ അറിയാനുള്ള ആഗ്രഹവും ജിജ്ഞാസയും ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമ്മളത് ഉൾക്കൊള്ളിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും 10 ചോദ്യങ്ങളായിരുന്നു 2021 നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 2 മലയാളം ചോദ്യങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മലയാളം ക്ലാസ്സുമായിട്ട് നമുക്ക് ഡെയിലി മലയാളത്തിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.